കോട്ടയത്തെ പ്രസിദ്ധമായ വാരികകളിലെ തുടരൻ നോവലുകളിൽ കട്ടിമീശയും കണ്ണിറുക്കിച്ചിരിയുമായി വെള്ളജുബയും മുണ്ടുമുടുത്ത് മീനച്ചിലാറിന്റെ തീരത്തുകൂടെ ജീപ്പ് ഓടിച്ചുപോയ കർഷകരായ കേരള കോൺഗ്രസുകാർക്ക് സ്ഥിരം KM മാണിയുടെ രൂപമായിരുന്നു. ആ ദേശത്തിന്റെ പുരുഷ കഥാപാത്ര ജീവിതം ആ വിധം മാണിസാറിൽ ഉരുകിച്ചേർന്നു. ഉച്ചത്തിലുള്ള ചിരി കൊണ്ടും കുറിക്കുകൊള്ളുന്ന ഫലിതങ്ങൾ കൊണ്ടും ഇപ്പോൾ തീർന്നു പോകുന്ന പരിഭവങ്ങളും ദേഷ്യങ്ങളും കൊണ്ടും മാണി കോട്ടയത്തെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തു. ബജറ്റ് അവതരിപ്പിക്കാൻ പോകും മുമ്പ് ആ കഥാപാത്രം തൊടിയിലെ താൻ വിളയിച്ച കുരുമുളക് ചവയ്ക്കുകയും മരങ്ങാറ്റുപള്ളി സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിയിൽ മുട്ടുകുത്തുകയും കുട്ടിയമ്മയെ ഓർത്ത് പ്രണയാതുരനാവുകയും ചെയ്തു. ആ തുടരൻ നോവലുകളെക്കാൾ സസ്പെൻസോടെയും പ്രവചനാതീതമായ കഥാഗതികൾ കൊണ്ടും സ്വജീവിതത്തെ KM മാണി ത്രില്ലിംഗ് ആക്കി. മാണിയോളം വരില്ല ആ പ്രസിദ്ധീകരണങ്ങളിൽ ഇന്നോളം വന്ന ഒരു സങ്കല്പ കഥാപാത്രവും. പാല എന്നൊരു ദേശത്ത് മീനച്ചിലാറിൻ തീരത്ത് ഇട്ടായോളം വട്ടത്തിൽ പന്ത് തട്ടി നടക്കുന്ന KM മാണി സൂക്ഷിച്ചോ? കരിങ്കോഴയ്ക്കൽ മാണി എന്ന KM മാണിക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരോ BJP-ക്കാരോ അല്ല ഈ മുദ്രാവാക്യം വിളിച്ചത്. പാലായിലെ കോൺഗ്രസുകാരാണ്. 1970-ലും പിന്നെ 80-ലും. ആ 2 വർഷവും കോൺഗ്രസിന്റെ ആഗോള പൗരൻ MM ജേക്കബായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പാലാ എന്ന മണ്ഡലവും കേരളം എന്ന തട്ടകവുമായി നടന്ന KM മാണി പക്ഷേ ആ തെരഞ്ഞെടുപ്പിലും ജയിച്ചു കയറി. 1970-ൽ 364 വോട്ടിനും 1980-ൽ 4566 വോട്ടിനും. സത്യത്തിൽ ഈ 2 തെരഞ്ഞെടുപ്പിൽ മാത്രമേ KM മാണി പാലായിൽ ശരിക്ക് വിറയ്ക്കുകയും വിയർക്കുകയും ചെയ്തിട്ടുള്ളൂ. ഫുട്ബോളിൽ ലയണൽ മെസ്സിക്കോ ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർക്കോ ഉണ്ടാക്കാൻ പറ്റാത്തത്ര റെക്കോർഡുകളാണ് ജനാധിപത്യത്തിൽ KM മാണി സൃഷ്ടിച്ചത്. പക്ഷെ നമ്മുടെ പ്രതിപക്ഷം ഇത്ര ഭീരുക്കളായി പോയല്ലോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവര് പറയാനുള്ളത് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവർ ഭയമാണ്, നമ്മളെ നേരിടാൻ ഭയമാണ്, സംസാരിക്കുന്നത് കേൾക്കാൻ ഭയമാണ്. എന്ത് പ്രതിപക്ഷ ഇത്ര അധപ്പതിക്കാനുള്ള ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത്? ഏതായാലും ഒഴിഞ്ഞ പ്രതിപക്ഷ ബെഞ്ചുകളോടായി ഞാൻ സംസാരിക്കുക. ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചയാൾ 13 എണ്ണം. ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായിരുന്നയാൾ. ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തയാൾ. 12 മന്ത്രിസഭകളിലായി 13 തവണ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മന്ത്രിയായിരുന്നയാളും മറ്റാരുമല്ല. ഏറ്റവും കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയും KM മാണിയാണ്. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കേരളം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും വളരെയേറെ കഴിവ് തെളിയിച്ച ഒരു നേതാവാണ്. അസംബ്ലിയിൽ KM മാണി പ്രസംഗിക്കാൻ എഴുന്നേറ്റാൽ ഏത് ഗവൺമെൻറ്റാണെങ്കിലും, ഏത് മുഖ്യമന്ത്രി ആയാലും, ഏത് മന്ത്രിമാരായാലും, ഏത് നിയമസഭാംഗങ്ങളായാലും അവർ ശബ്ദരാകും. അദ്ദേഹം വെറും വാചകമടിക്കുന്ന ഒരു നിയമസഭാ സാധനമായിരുന്നില്ല. പ്രശ്നങ്ങൾ പഠിച്ച് വിശദമായി അവതരിപ്പിക്കും. ഏറ്റെടുക്കുന്ന ദൗത്യം അസംബ്ലി അദ്ദേഹം സമർത്ഥമായി അവതരിപ്പിക്കും. 1967-ൽ ശ്രീ കരുണാകരൻ നേതൃത്വത്തിൽ 9 അംഗങ്ങളുള്ള കോൺഗ്രസ് പാർട്ടിയുമായി സഹകരിച്ചുകൊണ്ട് അന്ന് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചപ്പോൾ പാലായെ പ്രതിനിധീകരിച്ച് MLA ആയി വന്ന അദ്ദേഹം അസംബ്ലിയിലെ ഏറ്റവും സമർത്ഥനായ, ഏറ്റവും വാചാലനായ അന്നത്തെ ഭരണകക്ഷിയെ EMS അടക്കമുള്ള മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാരെ ചോദ്യശേഖരങ്ങൾ ഉയർത്തി വെള്ളം കുടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് EMS ആയാലും നായനാരായാലും അച്യുതാനന്ദനായാലും പിണറായി വിജയനായാലും
രാഷ്ട്രീയ പ്രതിനിധികൾ പോലും രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും മാണി സാറിനോട് പ്രത്യേകമായൊരു പരിഗണന കാണിച്ചിരുന്നു. രാഷ്ട്രീയ പ്രതിനിധികൾ പോലും ബഹുമാനിച്ചിരുന്ന കേരളത്തിലെ അതിപ്രഗത്ഭനായ ഒരു സഹപ്രവർത്തകനെയാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അദ്ദേഹത്തിൻ്റെ നഷ്ടം നികത്താനാവാത്തൊരു നഷ്ടമാണ്. ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നുവെന്ന എല്ലാവർക്കും അറിയാവുന്ന അത്യപൂർവ റെക്കോർഡ്. 52 വർഷമാണ് മാണി നിയമസഭാംഗമായത്. അതും പാലാ എന്ന മണ്ഡലത്തിൽ നിന്ന് മാത്രം. പുതുപ്പള്ളിയിൽ നിന്ന് 49 വർഷം പൂർത്തിയാക്കുന്ന ഉമ്മൻചാണ്ടി മാത്രമാണ് ഇക്കാര്യത്തിൽ അടുത്തുള്ള ഒരേ ഒരാൾ. വർഷത്തിലേറെ കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച, നേതൃത്വം വഹിച്ച മാണി സാറിൻ്റെ ഈ വേർപാട് ഒരു വലിയ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹവുമായി എനിക്ക് വളരെ നീണ്ട കാലത്തെ വ്യക്തിബന്ധവും പാർട്ടി ബന്ധവും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 4 പ്രാവശ്യം മന്ത്രിയായിരുന്നപ്പോൾ മാണി സാറും മന്ത്രിസഭയിലുണ്ടായിരുന്നു. 2 പ്രാവശ്യം ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ആ മന്ത്രിസഭയിൽ ധനകാര്യവും നിയമവും കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു. നിയമസഭയിൽ ഞാൻ 49 കൊല്ലം പൂർത്തിയാകുക. ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹം നിയമസഭയിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അടുത്ത ബന്ധത്തിൽ പ്രവർത്തിച്ച മാണി സാറ് ഒരു സുഹൃത്ത്, ഒരു സഹപ്രവർത്തകൻ മാത്രമായിരുന്നില്ല, എനിക്ക് ആത്മവിശ്വാസം നൽകിയ ഒരു നേതാവായിരുന്നു. മാണി സാറുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും അദ്ദേഹത്തിൻ്റെ സഹായം തേടാം. അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ സഹകരണവും പങ്കാളിത്തവും ലഭിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. മാണി സാറിൻ്റെ ഈ വേർപാട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. സാറിൻ്റെ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനം, അദ്ദേഹം എല്ലാ തലങ്ങളിലും ഉയർന്നു നിന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു നിയമസഭാ സാമാജികൻ, പാർട്ടി ലീഡർ, പ്രധാനപ്പെട്ട വകുപ്പുകളുടെ മന്ത്രി എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിക്കുകയും തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, കേരള കോൺഗ്രസിനെ ജനമധ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് അധ്വാനിക്കുന്ന വിഭാഗത്തിൻ്റെ പാർട്ടിയാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചത് ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിടവ് കേരള രാഷ്ട്രീയത്തിൽ അത് ഒരു വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത്. കേരള കോൺഗ്രസിന് മാത്രമല്ല, ഐക്യ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ജനാധിപത്യ രാഷ്ട്രീയ പരിസ്ഥിതിക്കും നേരിട്ടിട്ടുള്ളൊരു വലിയ നഷ്ടമാണ്. ഈ നഷ്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ പാർട്ടി അംഗങ്ങളോടുമുള്ള അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കുന്നു. പാലായിൽ KM മാണി ആദ്യമായി സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് R ബാലകൃഷ്ണപിള്ള ആത്മകഥയിൽ പറയുന്നുണ്ട്. 1959 KPCC അംഗമായ മാണി കേരള കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്ന 1964 കോട്ടയം DCC സെക്രട്ടറിയാണ്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി KM മാണിയെ തീരുമാനിച്ച് ബാലകൃഷ്ണപിള്ള DCC ഓഫീസിൽ ചെന്ന് ജീപ്പിൽ പാലായ്ക്ക് കൊണ്ടുവരികയായിരുന്നു. DCC സെക്രട്ടറി സ്ഥാനം പോലും രാജിവെക്കാതെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ KM മാണിയാണ് പിന്നീട് കേരള കോൺഗ്രസിൻ്റെ നിലനിൽപ്പിനായി ഒരു സൈദ്ധാന്തിക അടിത്തറ തന്നെ ഉണ്ടാക്കിയത്. സാർ, ആർക്കുമില്ലപ്പാ മൂക്കെന്ന് പറയുന്ന പോലെ സാർ
എന്നെ സംബന്ധിച്ച് ഞാൻ നിഷ്പക്ഷമായിട്ട് പറയട്ടെ, ഒരു ഗവൺമെന്റും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ കൃഷിക്കാർക്ക് നീതി ചെയ്തിട്ടില്ല. അത് UDF ആകട്ടെ LDF ആകട്ടെ, ഇവിടെ ഒരു ഗവൺമെന്റും കൃഷിക്കാരോട് നീതി ചെയ്തിട്ടില്ല എന്ന് ഞാൻ എൻ്റെ മനസ്സാക്ഷി അനുസരിച്ച് പറയുകയാണ്. കെ.എം. മാണി ദീർഘകാലമായി നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ പ്രവർത്തനത്തിലുണ്ടായത്. തുടർച്ചയായി ധനകാര്യമന്ത്രി സ്ഥാനം വഹിച്ചു നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ നിർവഹിച്ചു നല്ല പേര് സമ്പാദിക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ മാണിയൊരു പ്രത്യേക രീതി തന്നെ വളർത്തിയെടുത്തിരുന്നു എന്നതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തനായ കർഷക ജനതയുടെയും കേരളത്തിൻ്റെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ.എം. മാണി സാറിൻ്റെ വിയോഗം ഒരു തീരാത്ത നഷ്ടമാണ്. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ദുർഗമായിരുന്നു ശ്രീ മാണി സാർ. എല്ലാ പ്രതിസന്ധികളിലും UDF-നെ നേർവഴിക്ക് കൊണ്ടുപോകാനും UDF-ന് കരുത്ത് പകരാനും മാണി സാറിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. 50 വർഷക്കാലം നിയമസഭാ അംഗമായി ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ ജയിച്ചു വരാനും ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരിക്കാനും ഏറ്റവും കൂടുതൽ കാലം ബഡ്ജറ്റ് അവതരിപ്പിക്കാനും കഴിഞ്ഞ അപൂർവതകളിൽ അപൂർവതയുള്ള ഒരു ജനനായകനായിട്ട് വേണം നമുക്ക് മാണി സാറിനെ വിലയിരുത്തുവാൻ. കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു തീരാ നഷ്ടമാണ്. കെ.എം. മാണി സാർ കേരളത്തിലെ ദീർഘവർഷക്കാലം ധനകാര്യ വകുപ്പിൻ്റെ ചുമതല വഹിച്ച മന്ത്രിയാണ്. ഒരുപക്ഷെ ഇത്രയും ദീർഘവർഷക്കാലം ധനകാര്യ മന്ത്രി പദത്തിലിരുന്ന മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ദീർഘവർഷക്കാലം അദ്ദേഹം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ അദ്ദേഹം ഈ നാട്ടിലെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങളെ എല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരു വന്യനായ നേതാവായിരുന്നു. കഴിഞ്ഞ ദിവസവും അദ്ദേഹമായിട്ട് ദീർഘനേരം രാത്രിയുടെ അവസാന യാമം വരെ ഐക്യ ജനാധിപത്യ കക്ഷിയിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്താൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം 3-4 തവണയാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം ഞാൻ ഓർക്കുകയാണ്. ശാരീരികമായ അസ്വാസ്ഥ്യമുണ്ടായിട്ട് പോലും കർമ്മനിരതനായി അദ്ദേഹം രംഗത്തുണ്ടായിരുന്നു. വരാൻ പോകുന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രാധാന്യം ആരെക്കാളും നന്നായി അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ദീർഘകാലം പ്രവർത്തിച്ച ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിരുന്നു. കേരളത്തിലെ വിവിധ മുന്നണികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിയിലും അദ്ദേഹം ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. UDF-ലും വളരെക്കാലം അദ്ദേഹം മന്ത്രിയായിട്ടും മറ്റു നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് മാണി മാറിയത്. പല സന്ദർഭങ്ങളിലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള പല ഇടപെടലും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അധ്വാന വർഗത്തിൻ്റെ പോരാളി എന്നുള്ള നിലയിൽ അറിയപ്പെടാനാണ്
അദ്ദേഹം പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ പ്രസ്ഥാനവുമായി പല സന്ദർഭങ്ങളിലും അദ്ദേഹം അനുകൂലമായും പ്രതികൂലമായും പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യക്തിപരമായും കെ.എം. മാണിയുമായി വളരെ അടുത്തിടപെടാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ഓർമ്മകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കേരളത്തിന് ഏറ്റിരിക്കുന്ന നഷ്ടം ഒരുപക്ഷെ പൊതു ജീവിത രംഗത്ത് തന്നെ ഒരു അതുല്യ പ്രതിഭാസമായിരുന്നു കെ.എം. മാണി. അദ്ദേഹത്തിന് ഇപ്പോൾ 52 വർഷമായി പാലായിൽ എന്ന് പറഞ്ഞാൽ എത്ര തലമുറ വോട്ട് ചെയ്ത് കാണും? അതെന്നെ മതിയല്ലോ. മാറി മാറി വരുന്ന തലമുറകൾ ഒരഭിപ്രായ വ്യത്യാസം ഇല്ലാതെ ഒരു വ്യക്തിയെ വീണ്ടും 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 തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ബഹുമതി അതാണ്. സത്യത്തിൽ അതാണ് ജനവിശ്വാസം. അദ്ദേഹത്തെ മാത്രം ലക്ഷ്യം വെച്ച് ഒരു വലിയ ജനസഞ്ചയം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞാലും അതിൽ വിശ്വാസം. അപ്പം ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അതികായനായിട്ടുള്ള ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. സത്യത്തിൽ പാർലമെൻ്ററി ചരിത്രത്തിൽ വിസ്മയകരമായിട്ടുള്ള റെക്കോർഡുകൾ സൃഷ്ടിച്ച ആളാണ് മാണി സാർ. ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ കാലം, സത്യത്തിൽ ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു സാമാജികനുണ്ടോ എന്നൊരു സംശയമാണ്, വിജയിച്ചു വന്ന ആൾ. ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് 13 തവണയോളം അദ്ദേഹം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ നിയമസഭാ സാമാജികനായി വരുന്ന കാലത്ത് പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കാൻ അദ്ദേഹത്തെ പോലുള്ള ഒരു പാർലമെൻറ്റേറിയൻ്റെ സഹായം ലഭിച്ചത് ഞാൻ ഓർക്കുകയാണ്. 70-ലെ തെരഞ്ഞെടുപ്പ് കാലത്ത് EMS ആണ് കോട്ടയത്തെ ഒരു പൊതുയോഗത്തിൽ കേരള കോൺഗ്രസിനോട് ഒരു ചോദ്യം ഉന്നയിച്ചത്. ഞങ്ങൾ അടിസ്ഥാന വർഗത്തിനൊപ്പമാണ്, തൊഴിലാളി വർഗമാണ് കരുത്ത്. ഈ കേരള കോൺഗ്രസിന് എന്ത് രാഷ്ട്രീയമാണ് ഉള്ളതെന്നായിരുന്നു EMSൻ്റെ ചോദ്യം. അന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ മാണി നൽകിയ മറുപടി ഇങ്ങനെ: ഞങ്ങൾ അധ്വാനിക്കുന്നവർക്കൊപ്പമാണ്, അധ്വാനവർഗ സിദ്ധാന്തമാണ് കരുത്ത്. കുടിയേറ്റ കർഷകർക്ക് വിലാസം നൽകിയ സിദ്ധാന്തമായിരുന്നു അത്. അത് പിന്നെ സ്വന്തം പറമ്പിൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ മാനിഫെസ്റ്റോ ആയി മാറി. പ്രാർത്ഥനാ നിർഭരമായിരുന്നു എന്നും കെ.എം. മാണിയുടെ രാഷ്ട്രീയ ജീവിതം. വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നത് വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമായിരുന്നു. പിളർന്നു വന്ന കേരള കോൺഗ്രസുകൾ എല്ലാം ചേർന്നാലും അവിഭക്ത കേരള കോൺഗ്രസിനുണ്ടായിരുന്നത്ര നിലയും വിലയും പിന്നീട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിനും CPIക്കും വരെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടും കേരള കോൺഗ്രസിന് മാത്രം ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും മോഹിച്ച മാണിക്ക് പലതവണ അത് വഴുതിപ്പോയി. 23 വർഷക്കാലം ഭിന്നിച്ചു നിന്നവര് ഇന്ന് ഒന്നിക്കുകയാ. നമ്മുടെ ഒരു പ്രാർത്ഥനയുണ്ട്: ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടതിലുള്ള ഇണ്ടൽ പറഞ്ഞറിയിക്കാൻ വയ്യ. വീണ്ടും പഴയ രീതിയിൽ ഒന്നായിത്തീരുവാൻ ഞാൻ അനുഗ്രഹിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന, പരമ്പരാഗതമായ ഒരു പ്രാർത്ഥന കേരളത്തിലുണ്ട്. ആത്മീയ ചിന്തയോടുകൂടി, ആധ്യാത്മിക ചിന്തയോടുകൂടി ഞാൻ ഒരു കാര്യം പറയട്ടെ: ഒന്നായിരുന്ന കേരള കോൺഗ്രസ് രണ്ടായതിലുള്ള ദുഃഖത്തിൽ ഇണ്ടൽ, ആ ദുഃഖം മനസ്സിലേറ്റിക്കൊണ്ടിരുന്ന 10,000-കണക്കിന് കേരള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നിതൊന്നായപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ സന്തോഷം, അത് തിരമാലയടിക്കുന്ന മനുഷ്യക്കടലാണ് എന്റെ മുമ്പിൽ കാണുന്നത്. വളരെ കഴിവുള്ള ഒരു സംഘാടകനും
വളരെ സമർത്ഥനായ ഒരു ഭരണാധികാരിയായിരുന്നു മാണി. മാണിയുടെ നഷ്ടം നികത്താൻ കഴിയാത്ത നഷ്ടമാണ്. പാർട്ടി ഭിന്നിച്ച് രണ്ടായി പിരിയുമ്പോഴും വ്യക്തിപരമായി ഞങ്ങളുടെ ബന്ധത്തിലൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ നിലപാടുകൾ വ്യത്യസ്തമായിരിക്കുമ്പോഴും ഇപ്പോൾ വ്യത്യസ്തമാണല്ലോ, വ്യത്യസ്തമായിരിക്കുമ്പോഴും വ്യക്തിപരമായ ബന്ധത്തിന് ഒരു കുഴപ്പം വന്നിട്ടില്ല. PT ചാക്കോയുടെ മരണത്തോടെ തുടങ്ങിയ കേരള കോൺഗ്രസിൽ മാണിക്ക് എതിരിടേണ്ടി വന്നത് നിരവധി തലയെടുപ്പുള്ള നേതാക്കളെയാണ്. R ബാലകൃഷ്ണപിള്ള ആദ്യം തന്നെ ശത്രുവായി. കേരള കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാവ് KM ജോർജ് മാണി ചതിച്ചു എന്നുവരെ പരസ്യമായി പറഞ്ഞു. 13 തവണ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മാണിക്ക് 4 തവണ രാജിയും വെക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ബാർ കോഴ കേസിലെ ഹൈക്കോടതി പരാമർശമാണ് KM മാണിയുടെ രാജിയിലേക്ക് നയിച്ചത്. 1977 ആഭ്യന്തരമന്ത്രിയായിരുന്ന KM മാണിയുടെ രാജിയും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നായിരുന്നു. തെരഞ്ഞെടുപ്പിൽ വഴിവിട്ട ഇടപെടൽ നടത്തിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അന്നത്തെ രാജി. PJ ജോസഫാണ് അന്ന് പിന്നീട് ആഭ്യന്തരമന്ത്രിയായത്. ആ രാജിയോടെ കേരള കോൺഗ്രസ് മാണിയും ജോസഫുമായി രണ്ടായി പിരിയുന്നതിനുള്ള തുടക്കവും കുറിക്കപ്പെട്ടു. 1979 കേരള കോൺഗ്രസിന്റെ പിളർപ്പിനെ തുടർന്നായിരുന്നു മാണിയുടെ രണ്ടാം രാജി. 1981 നായനാർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചും KM മാണി രാജിവെച്ചു. എല്ലാത്തിനും ഒടുവിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിവാദമായ ആ ബജറ്റ്. KM മാണിയുടെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് കേരളത്തിന് എന്താണ് നേട്ടമെന്ന ചോദ്യത്തിന് പലരും പല ഉത്തരങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ പാലായ്ക്കും അതിനു ചുറ്റുമുള്ള ദേശങ്ങളിലും KM മാണിയെ വിശ്വസിച്ച ഒരു വലിയ ജനത ഉണ്ടായിരുന്നു എന്നതാണ് ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ കാതൽ. പാല മുതൽ പാല വരെയുള്ള അതിർത്തിക്കകത്ത് KM മാണി ഭൂമി മലയാളത്തിന്റെ മുഴുവൻ ഭൂപടം വരച്ചു. ഇന്ത്യ എന്നാൽ കേരളമാണെന്നും കേരളമെന്നാൽ പാലയാണെന്നും തോന്നിക്കും വിധം അതീവ ഹൃദ്യമായി രാഷ്ട്രീയം പറഞ്ഞു. അരനൂറ്റാണ്ടിന്റെ കേരള രാഷ്ട്രീയത്തെ കോട്ടയം വാരികകളിലെ സുന്ദര കോമള ഭാഷ പോലെ അത്രയ്ക്ക് ലളിതമായി രസകരമായി ആവിഷ്കരിച്ച മറ്റൊരാളില്ല. ആ ദേശത്തിന്റെ ആത്മാവും ഉயிருമായിരുന്നു KM മാണി. മറ്റൊന്നുമല്ല, ഒരു ദേശമാണ് ഇന്ന് നിശ്ചലമായത്. ഒരു ദേശത്തിന്റെ കഥയാണ് KM മാണി. ഇതിഹാസ സമാനമായ ആ കോട്ടയം കഥയുടെ അവസാന അധ്യായമാണ് പൂക്കൾക്കും സുഗന്ധങ്ങൾക്കുമിടയിൽ നിശ്ചലമായത്.